ഓരോ ഫങ്ഷൻസിനൊക്കെ പോകുന്ന സമയത്ത് പേഴ്സണലി പരിചയമുള്ള ആളുകൾ, അതായത് ഞാനൊരു ഫിസിയോ ആണെന്ന് അറിയാവുന്ന ആളുകളൊക്കെ ചിലരൊക്കെ വന്നിട്ട് പറയും, ജിബിൻ എനിക്ക് അവിടെ വേദനയുണ്ട്, ജിബിൻ എനിക്ക് ജോലി ചെയ്യുമ്പോൾ ഇന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, നിനക്ക് ഫിസിയോതെറാപ്പിയിൽ എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് നോക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ പാർട്ടി ഹാൾസിലൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജനറലായിട്ടുള്ള അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കി അവർക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്വൈസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, നിങ്ങൾ ഈ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുറയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, കുറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് വിളിച്ചിട്ട് വരൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ മാസം ഉണ്ടായത്. ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയി. അപ്പോൾ മുമ്പ് എൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ഒരു ബാച്ച്മേറ്റ് ആയിരുന്നു. അപ്പോൾ ആൾ കണ്ട വഴിക്ക് തന്നെ ജിബിൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, എന്നിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് നിന്നു. ജിബിൻ എന്നെ ഒന്ന് നോക്കിയേ, എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നോക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കുഴപ്പം? അപ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് നമ്മുടെ ആ ഒരു മണിച്ചിത്രത്താഴ് സിനിമയിലെ ആ ഒരു കുതിരവട്ടം പപ്പുവിൻ്റെ ഒക്കെ ആ ഒരു സീനാണ്. കാര്യം എനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ നോക്കിയേ. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകിച്ച് എനിക്ക് കുഴപ്പം തോന്നുന്നില്ല. അല്ല, എന്താ നിൻ്റെ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറയുന്നത്, ഓഫീസിലെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിൽക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് ചെറുതായിട്ട് മുന്നോട്ടൊന്ന് ഞാൻ ബെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. എന്നിട്ട് ഫോണിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് കാണിച്ചു തന്നു. കാര്യം ആ ഫോട്ടോസിൽ നിൽക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു ഫോർവേഡ് ഒരു ബെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ ആയിട്ട് നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വെച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്ന് എന്താ പറയുന്ന അസസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു, പ്രോപ്പറായിട്ട് അസസ് ചെയ്തു. അപ്പോൾ നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ബോഡി പോസ്ചറിൽ ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എർഗണോമിക് റിലേറ്റഡ് ആയിട്ടാണ്. അതായത് കൂടുതൽ ഓഫീസ് വർക്കാണ്, കൂടുതൽ സമയം ഇരുന്ന് അത് ഒരു പ്രത്യേക ആംഗിളിൽ ചെരിഞ്ഞ് ഇരുന്ന് റിപ്പീറ്റഡായിട്ട് ഇരുന്ന് ആ ബോഡി അഡാപ്റ്റ് ആയതാണ് ആ ഒരു പോസ്ചറിൻ്റെ ഒരു അബ്നോർമാലിറ്റി വരാനായിട്ടുള്ള കാരണം. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള എക്സസൈസ് പ്രോട്ടോക്കോളൊക്കെ സെറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് റിഹാബിലിറ്റേഷനിലൂടെ അത് അങ്ങനെ ക്ലിയർ ചെയ്ത് വിട്ടു. അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകളും അടുത്ത് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മിററിലൊക്കെ ഒന്ന് നോക്കുന്ന സമയത്തായിരിക്കും ഷോൾഡറിൻ്റെ അവിടെ ചെറിയൊരു അലൈൻമെൻറ്റിൽ വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ നടുവിൻ്റെ വളവ് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡി പോസ്ചർ ഇല്ല. എല്ലാവർക്കും കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലൊക്കെ ഒരു അലൈൻമെൻറ്റോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ വേരിയേഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങളിപ്പോൾ എന്തെങ്കിലും അതുപോലുള്ളൊരു വേരിയേഷൻ, നിങ്ങൾ ഒരു പോസ്ചറിൽ വേരിയേഷൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പ്രോഗ്രസീവായിട്ട് ആ വേരിയേഷൻ കൂടി വരുന്നതായിട്ടോ അല്ലെങ്കിൽ ആ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ച് കൊണ്ട് നിങ്ങൾക്ക് വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലോ പ്രൊഫഷണൽ ലൈഫിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ കൊടുക്കുക. അല്ലാത്ത നമുക്കതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവിടേക്ക് വല്ലാതെ അങ്ങ് ചേഞ്ച് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാര്യം എല്ലാവരുടെ ബോഡി പോസ്ചർ എന്ന് പറയുന്നത് യുണീക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ എന്തെങ്കിലും ഇതുപോലെ ചേഞ്ചസ് ഒബ്സർവ് ചെയ്തിട്ട് വളരെ പ്രോഗ്രസീവായിട്ട്, ഒരു പക്ഷേ നിങ്ങൾക്ക് ഉള്ള ഒരു കൂനോ വളവാണെങ്കിൽ അത് കൂടി വരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേദനയോ കൂടി വരുന്നു, ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉടനെ തന്നെ ഫിസിയോ സപ്പോർട്ട് തേടേണ്ടതാണ്. ഇല്ല, നിങ്ങൾക്ക് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എന്നുള്ളതെങ്കിൽ അത്ര വലിയൊരു കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.